ഇന്ന് നമുക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒന്ന് ഡീകോഡ് ചെയ്യാം. ടോവിനോ തോമസിന്റെ ചാത്തൻ പറഞ്ഞ ആ 389 ചാത്തന്മാർ ആരൊക്കെയായിരിക്കും? ലോക ചാപ്റ്റർ 1ന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് കാണിച്ചത് ചാത്തന്മാർ വരും എന്നാണ്. എല്ലാം ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം നമുക്ക് കഥയൊന്ന് റീക്യാപ്പ് ചെയ്യാം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ചന്ദ്ര യൂറോപ്പിൽ നിന്നും തിരിച്ചു വന്ന് തൻ്റെ യക്ഷിശക്തികൾ ഉപയോഗിച്ച് തിന്മയെ നേരിടുന്നു. അവൾ മനുഷ്യരെ രക്ഷിക്കുന്നു, കൊള്ളക്കാർക്കെതിരെ പോരാടുന്നു. നടുവിൽ നമ്മൾ കാണുന്ന ഒരു രഹസ്യ കഥാപാത്രമായ ചാത്തനെയാണ് ടോവിനോ തോമസ് അവതരിപ്പിച്ചത്. സിനിമയ്ക്ക് 2 സർപ്രൈസ് സീനുകളുണ്ട്. ഒന്നാമത്തേത് മിഡ് ക്രെഡിറ്റ് സീൻ. അവിടെ വരുന്നത് ദുൽഖറിൻ്റെ ഒടിയൻ ചാർലി. പക്ഷേ സീരിയസ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച തുടങ്ങിയേക്കുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വിജയ് മേനോൻ്റെ കഥാപാത്രം ടോവിനോ തോമസിൻ്റെ ചാത്തനോട് ചോദിക്കുന്നു, ഒരു ഗവേഷക സംഘം, പുരാവസ്തു വിദഗ്ധർ, സയൻറ്റിസ്റ്റുകൾ, ഒരു സന്യാസി ഇന്ത്യയിലുള്ള ഏറ്റവും ആഴമുള്ള ഗുഹയിൽ പ്രവേശിക്കുന്നു. പക്ഷെ മടങ്ങിയെത്തിയത് സന്യാസി മാത്രം. അയാളും ഒരു സ്ഥലത്തിന് അപ്പുറത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. അവിടെ നിന്ന് കിട്ടിയ ഒരു ക്യാമറയിൽ പകർന്ന ഫോട്ടോ, അതിലെ ചിത്രം കണ്ട നമ്മുടെ ചാത്തനെ പോലെ തന്നെ ഇരിക്കും. അപ്പോഴാണ് അയാളത് ചോദിക്കുന്നത്, അത് ശരിക്കും നീയാണോ? ചാത്തൻ്റെ മറുപടി, അത് ഞാനാകാം, അല്ലെങ്കിൽ എൻ്റെ 350 സഹോദരങ്ങളിൽ ഒരാളാകാം. ആ മറുപടി തമാശ പോലെ തോന്നിച്ചാലും പിന്നിൽ വലിയൊരു സൂചനയും രഹസ്യമൊക്കെ ഉണ്ട്. ഇത് നേരിട്ട് ലോക ചാപ്റ്റർ 2ൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ കഥയിലോട്ടുള്ളൊരു വഴിയൊരുക്കലായിട്ട് തന്നെ ഈ ചാത്തൻ്റെ ഡയലോഗ് നമുക്ക് കാണാം. 389 സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് മൾട്ടിവേഴ്സ് പോലെയോ അല്ലെങ്കിൽ ഒരുപാട് ചാത്തന്മാരുടെ വേർഷൻസ് വരുമെന്നോ സൂചിപ്പിക്കുന്നതാവും. നമ്മുടെ ലോക്കിയുടെ കഥാപാത്രത്തെ പോലെ ലോക്കിക്ക് വേരിയൻസ് ഉള്ള പോലെ ചാത്തന് പല വേരിയൻസ് ഉള്ളതായിട്ട് നമുക്കിത് കാണാം. അടുത്ത ഭാഗത്തിൽ ആ ഗുഹ, പുരാതന രഹസ്യങ്ങൾ, സൂപ്പർ നാച്ചുറൽ പൊളിറ്റിക്സ് എല്ലാം കൂടി വരാനാണ് സാധ്യത. ഈ സിനിമ തന്നെ വേഫെയറർ സിനിമാറ്റിക് യൂണിവേഴ്സ് WCUവിൻ്റെ തുടക്കമാണ്. മാർവൽ പോലെ ഭാവിയിൽ വലിയൊരു ലോകം തുറന്നിടുകയാണ് വേഫെയറർ സിനിമയുടെ ഉദ്ദേശം. ലോക ചാപ്റ്റർ 2 ചാത്തനെ ഫോക്കസ് ചെയ്തായിരിക്കും എന്നുള്ളതിലും പല തിയറികളും ഉണ്ട്. മൾട്ടിപ്പിൾ ചാത്തന്മാരുണ്ടാവും, ഒന്നിൽ കൂടുതൽ ചാത്തന്മാർ, ഒരൊറ്റ ചാത്തനല്ല, പല വകഭേദങ്ങൾ ചാപ്റ്റർ 2ൽ ചാത്തൻ്റെ വരാൻ ചാൻസ് ഉണ്ട്. ഗുഹയ്ക്കുള്ളിൽ എന്താണ് ഉള്ളത്? പുരാതന ജീവികൾ, വാതിലുകൾ, വേറെ ലോകത്തോട്ടുള്ള പ്രവേശന കവാടങ്ങൾ. ലോക ചാപ്റ്റർ 1ൽ നീലിയുടെ ഫ്ലാഷ് ബാക്ക് സീനിൽ കാണിക്കുന്ന കുറേ രംഗങ്ങളിൽ പുരാതന ഫോക്ലോർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നമുക്ക് ചാപ്റ്റർ 2ലും പ്രതീക്ഷിക്കാവുന്നതാണ്. ചാപ്റ്റർ 1ൽ കണ്ടത് തുടക്കം മാത്രമാണ്. ഇനി ചാപ്റ്റർ 2ൽ ഇതിൻ്റെ പുരാണവും ശാസ്ത്രവും സൈഫയും എല്ലാം കൂടി ചേർത്ത് ഒരു അടിപൊളി സാധനമാണ് ഇനി വരാനിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ചാപ്റ്റർ 2ൽ നമുക്ക് വലിയൊരു ക്രോസ് ഓവർ കാണാൻ ചിലപ്പോൾ സാധിക്കും. നീലി, ചാർലി, ചാത്തൻ, ഇഷ്ടാർ, മൂത്തോൻ, അതേപോലെ തന്നെ സൗബിൻ, ശാന്തി, അഹാന, ബാലു വർഗീസ്, ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ ആരായിരുന്നു നമുക്ക് ചാപ്റ്റർ 2ൽ കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ചാപ്റ്റർ 1ൻ്റെ അവസാനം ചാത്തൻ പറഞ്ഞ ആ ഒരു വരി, 389 സഹോദരങ്ങൾ, അതായിരിക്കണം ഇനി ചാപ്റ്റർ 2ൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇൻഫിനിറ്റ് ചാത്തന്മാരുണ്ടോ? ഈ ചാത്തന്മാരെയൊക്കെ വഴിക്ക് നിർത്താൻ നമ്മുടെ മൂത്തോന് സാധിക്കുമോ? എന്തായിരിക്കും ടോവിനോൻ്റെ ചാത്തൻ ഭാവിയിലേക്ക് കണ്ടിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം, സൂപ്പർ നാച്ചുറലായി തന്നെ.